ഗസയിൽ ബോംബിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗസ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ വലിപ്പം എത്രയാണെന്ന് അറിയുമോ? ഗസയുടെ വലിപ്പം നമ്മുടെ അനുഭവമായിട്ട് താരതമ്യം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വലിപ്പം നമുക്കറിയാം. ഒരുപാട് പ്രവാസികളുണ്ടാവും. GCCയിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് ബഹ്റൈൻ. ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വലിപ്പം ദമാം ഇൻ്റർനാഷണൽ എയർപോർട്ട് അതേ വലിപ്പമാണ്. എന്നാൽ ഇതിൻ്റെ പകുതി മാത്രം വലിപ്പമുള്ള സ്ഥലമാണ് ഗസ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഗസ സ്ട്രിപ്പ് എന്ന് പറയുന്നത് അത് ചെറിയൊരു ഭൂഭാഗമായതുകൊണ്ടാണ് ഗസ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ബഹ്റൈൻ്റെ പകുതിയിൽ കുറവ് മാത്രം വലിപ്പമുള്ള, ദമാം എയർപോർട്ടിൻ്റെ പകുതിയിൽ മാത്രം കുറവ് വലിപ്പമുള്ള ഈ സ്ഥലത്താണ് 2 വർഷമായിട്ട് ഇടതടവില്ലാതെ കനത്ത ബോംബിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മളെപ്പോലെയുള്ള മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, ജീവിച്ചു മരിച്ചു കൊണ്ടിരിക്കുന്നത്, പട്ടിണി കടന്നുകൊണ്ടിരിക്കുന്നത്. സന്തോഷമുള്ളത് മാത്രം കേൾക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ജീവിതങ്ങളും നമ്മൾ കേൾക്കേണ്ടതുണ്ട്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള പട്ടിണി ഉണ്ടാക്കുമ്പോൾ പോലും ലോകത്ത് അത്രമാത്രം നിശബ്ദത, അത് നമ്മുടെ വിഷയമല്ല എന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും ഒരു കൂട്ടം മനുഷ്യരെ മറന്നു കളയരുത്. ലോകത്ത് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുകയും അതിനോട് കനത്ത ചെറുത്തുനിൽപ്പ് നടത്തുകയും ചെയ്ത രാജ്യമാണ് വിയറ്റ്നാം. പക്ഷേ വിയറ്റ്നാമിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഇന്ത്യയുടെ 10-1 വലിപ്പമുള്ള രാജ്യമായിരുന്നു വിയറ്റ്നാം. പക്ഷേ ഗസ സ്ട്രിപ്പിൻ്റെ വലിപ്പം 9000 ഭാഗങ്ങളിൽ 1 മാത്രമാണ് ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ.